ദേവന്മാരെ പോലെ കയറി വരുന്നേ? പ്രത്യേകിച്ച് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? എന്താ? എടിയൊന്നും മിണ്ടാതിരിടി. ഞാനേ എന്റെ അമ്മയെ പേടിച്ചിട്ട് എങ്ങനെയൊക്കെയോ ഇങ്ങോട്ട് ഓടി വന്നതാ. അപ്പളാ അവളുടെ... അല്ല, നീയല്ലേ പറഞ്ഞത് നിന്റെ അമ്മയും അച്ഛനും രാവിലെ തന്നെ അമ്പലത്തിൽ പോകുന്നു. അതുകൊണ്ട് നീ തനിച്ചിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ വന്നേ ഉള്ളൂ. എന്ത് കുഴപ്പമൊപ്പിക്കാനാണാവോ? ഒരേ ഒരു ബിയർ, ശബ്ദം ഒന്നുമില്ലാതെ വന്ന് കിടന്നു. പക്ഷെ നെറ്റിയിലോട്ടിരിക്കുന്ന സ്റ്റിക്കർ ഞാൻ കണ്ടില്ല. രാവിലെ തന്നെ തുടങ്ങിയില്ലേ പൂരം. കണ്ടില്ലേ? കണ്ടു കഴിഞ്ഞ എന്റെ കഥ തീർന്നു. വല്ലതും കഴിച്ചോ? ഇല്ല, കഴിക്കാം. ഇരിക്കും. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ഈ ടേസ്റ്റ് സഹിക്കാൻ ലൈഫ് ലോങ് നീ ഓക്കെ ആണോ? മഞ്ജു, ബാംഗ്ലൂരിൽ ഇന്റർവ്യൂ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ പോണം. അതിൽ സെലക്ട് ആയ 6 മാസത്തെ ട്രെയിനിങ് ഉണ്ട്. അതിന് ശേഷമേ പെർമനന്റ് ആവൂ. ഇതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മുടെ ഫ്യൂച്ചർ അല്ലേ പോകുന്നേ? അല്ല, പീരിയഡ്സിന്റെ ഡേറ്റ് മാറിയിട്ട് നീ എന്താ മനസ്സിലാക്കാഞ്ഞേ? എനിക്ക് നേരത്തെ മുതലേ ഇങ്ങനെ ഡേറ്റ് മറന്ന് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നതാടാ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യ് മഞ്ജു. എന്തെങ്കിലും എന്ന് വെച്ചാ കളയാനാണോ പറയുന്നേ? എടാ, എനിക്ക് 4 മാസമായി. അബോഷനൊക്കെ വലിയ റിസ്ക്കാ. ഇത് അച്ഛനും അമ്മയെങ്ങാനും അറിഞ്ഞാൽ ഒരുപാട് പ്രശ്നമാവും. ഉറപ്പായിട്ടും അച്ഛൻ എന്നോടൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ ഇതറിഞ്ഞാൽ പിന്നെ അച്ഛൻ ജീവനോടുണ്ടാവില്ല. നീ വെറുതെ ഓരോന്ന് ആലോചിച്ചിരിക്കാതെ അച്ഛനോട് വന്ന് സംസാരിക്കാൻ നോക്ക്. വർഷം ഗവൺമെന്റ് സർവീസിൽ ഇരുന്ന ആളാ ഞാൻ. 10 പൈസ കൈക്കൂലി വാങ്ങാതെയാ ഞാൻ കുടുംബം നടത്തിയത്. ഒരാള് പോലും ഇതുവരെ എന്റെ നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചിട്ടില്ല, അറിയോ? ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് കുടുംബത്തോടൊപ്പം ഇരുന്ന് ഒന്ന് സംസാരിക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. റിട്ടയർ ആയി കഴിഞ്ഞതിന് ശേഷം ഭാര്യയുടെയും കുട്ടികളുടെയും ഒക്കെ ഒപ്പം കുറച്ചു കാലം സന്തോഷത്തോടെ ജീവിക്കണമെന്ന് വിചാരിച്ച നിന്നെ പോലെ നാണം കെട്ട ഒരുത്തിക്ക് കല്യാണത്തിന് മുമ്പ് തന്നെ ആദ്യ രാത്രി ചടങ്ങിന് ഞാൻ തന്നെ നിനക്കതിന് സാഹചര്യം ഉണ്ടാക്കി തരണോ? എന്റെ മകനെ നീ തലയണ വെച്ച് അമർത്തി കൊന്ന അന്ന് തന്നെ നിന്നെയും ഞാൻ കൊല്ലേണ്ടതായിരുന്നു. അപ്പൊ നിന്റെ അമ്മയാ തടഞ്ഞത്. ഇപ്പൊ വളർന്ന് വലുതായിട്ടും എന്തൊക്കെയാ നീ ഇപ്പൊ ഈ ചെയ്തു കൂട്ടുന്നത്? സ്വന്തം മോളാണെന്ന് കരുതി നീ എന്നോട് ചെയ്തതെല്ലാം ഞാൻ നിന്നോട് ക്ഷമിച്ചു. വിവരം കിട്ടവളെ, ഒന്ന് അകത്ത് കയറിപ്പോടി. നിന്റെ അച്ഛന്റെ വിഷമം കണ്ടോ നീ? നോക്ക്, മര്യാദക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിക്ക. എന്തെങ്കിലും തരികിട കൊണ്ട് വന്നാ ഒറ്റയടിക്ക് നിന്നെ ഞാൻ കൊന്നുകളെ. നോക്കിക്കോ പഴച്ചവളെ. മുത്തൂരിന്റെ അടുത്ത് കാലത്ത് വരാൻ പറയണി. ചിദംബരം സർ, നിങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചതുകൊണ്ടാണ് ഇവിടെ അബോഷൻ ചെയ്യാന്നുള്ളത് ഞാൻ സമ്മതിച്ചേ. പക്ഷേ ഇതിനു ശേഷം മഞ്ജുവിൻ്റെ മാരേജ് കഴിയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് എന്തെങ്കിലുമൊക്കെ ആകട്ടെ ഡോക്ടർ. ആദ്യം മാനക്കേടിൽ നിന്ന് രക്ഷിക്കേ, എന്നാലേ എനിക്കൊരു സമാധാനമാവുള്ളൂ. എന്ത് പറ്റിയാലും കുഴപ്പമില്ലല്ലേ? കുഴപ്പമൊന്നുമില്ല. ഈവനിങ് ഡിസ്ചാർജ് നിങ്ങൾക്ക് കുഴപ്പം വരരുത്. എനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ലല്ലേ? പക്ഷെ നിങ്ങൾക്കൊന്നും പറ്റരുത്. എനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ലല്ലേ? പറളിയാ. ചിദംബരം സാറിന് കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതെയോ? മഞ്ജുവിന് നല്ലോണം കിട്ടി. കവിളൊക്കെ വീങ്ങിയിട്ടുണ്ട്. എന്നിട്ടോ? ഇവിടെ ബെസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുക. അവക്ക് അബോഷം വേണ്ടി വരുന്നാടോ തോന്നുന്നത്. ശരിയാളിയാ, ഇന്ന് ഇന്റർവ്യൂ കഴിയും. നൈറ്റ് തന്നെ വരാം.
നീ ഒന്ന് നോക്കിക്കോണേ. ആ അബോർഷൻ ചെയ്യുന്നത് നല്ലത് തന്നെയാ. ആ. ഞാൻ വന്നിട്ട് മഞ്ജുവിനോട് സംസാരിക്കാം. ഓക്കെ അല്ലേ? ആ ശരി. ശരി എന്നാ, ബൈ. ഹലോ അളിയ, ഞാനിപ്പോൾ വന്നോണ്ടിരിക്കുക. കാറിലാണുള്ളേ. നീ എവിടെ? ഡാ അളിയ, എന്നോട് രാവിലെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കായിരുന്നു. ഉം, എപ്പോഴാ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ശരി. നീ ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ടേക്ക് വന്നേക്ക്. ഉം, ഡാ എന്ന് വെച്ച് നേരെ ഇങ്ങോട്ടേക്ക് വന്നേക്കല്ലേ. ആ ചിദംബരം സാർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാവും. ഉം, വന്നിട്ട് നീ ആ ചായക്കടയിൽ നിന്ന് വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. ഓക്കേടാ. ആ ശരിയടാ. എനിക്ക് എന്ത് പറ്റിയാലും അവർക്ക് കുഴപ്പമില്ല. എനിക്ക് എന്ത് പറ്റിയാലും വേഗം കൊണ്ടുവാ. അവർക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് എന്ത് പറ്റിയാലും നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലേ? പക്ഷെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവരുത്. എനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾക്കുണ്ടാവരുത്. എനിക്ക് എന്ത് പറ്റിയാലും നിങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ കുഴപ്പമില്ല. എനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾക്കൊന്നും വരരുത്. എനിക്ക് എന്ത് മുത്തു, പറ്റിയാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യ്. പക്ഷെ നിങ്ങൾക്ക് കുഴപ്പമില്ല. എനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, പക്ഷെ കാറി പോവാന്നേ. എനിക്ക് എന്ത് പറ്റിയാലും എനിക്ക് എന്ത് ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് വന്നേ. നിങ്ങൾക്കൊരു പ്രശ്നമില്ല. എടി നീ ഇത് ഇങ്ങോട്ടേ പോകുന്നേ. ഏയ്, 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 എവിടെ പോവാ? വന്ന് കാറി കയറാൻ നോക്ക്. വാ, എന്ത് വരെ, പറഞ്ഞേക്ക്. ഇവിടെ പറയുന്ന അനുസരിക്കാൻ വന്ന് കാറി കയറ്. വാ, പറഞ്ഞാലും കേക്കില്ലല്ലോ. നിനക്കിത് എന്തിന്റെ കേടാ? വന്നേ, വാ, വീട്ടിൽ പോവാ. എന്ത് പറ്റിയാലും നിങ്ങൾക്ക് മോളെ, പറയുന്ന അനുസരിക്ക്. വാ. കറക്റ്റ് ആ സമയത്ത് തന്നെ നകുലും വന്നു സാർ. ആ സാഹചര്യം എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല സാർ. മഞ്ജു, എന്തു പറ്റി മഞ്ജു? മഞ്ജു പറയുന്നേ. മഞ്ജു എന്താന്ന് പറയ മഞ്ജു. ഒന്ന് നിക്ക് മഞ്ജു, എന്തെങ്കിലും ഒന്ന് പറയ. കുഴപ്പമില്ലല്ലേ? മഞ്ജു ഒരു മൃഗമായിട്ട് തന്നെ മാറി സാർ. തടുക്കാൻ പോയ നകുലിനെയും അവള് ശരിക്കും അടിച്ചു കളഞ്ഞു സാർ. നകുല, നിക്കടാ. ദാ, നിക്കടാ അവിടെ. എടാ, നീ എന്നെ വിട്. അവൾക്ക് എന്ത് പറ്റിയതാ? എടാ, ഞാനൊന്നും പോടാ. അവളങ്ങനെ വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല. എടാ, മനസ്സിലാക്കടാ. ഞാൻ പറഞ്ഞു അംഗീകരിക്ക്. നീ ഒന്ന് മഞ്ജു, എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ പറഞ്ഞു കേൾക്ക്. പോലീസ് ടീം പെട്ടെന്ന് വന്ന് മഞ്ജുവിനെ അവരെങ്ങനെ പിടിച്ചോണ്ട് പോയി? എടാ, എടാ, മഞ്ജു പഴയ പോലൊന്നും അല്ലടാ. ഒന്നും പറയടാ. അവള് ഞാൻ പറയുന്നത് മഞ്ജു, കേൾക്കടാ. മഞ്ജു. നകുൽ ഒരുപാട് കഷ്ടപ്പെട്ടു സാർ. ശ്ശെ. അവനെ കൊണ്ടാണ് മഞ്ജുവിന് ഇതെല്ലാം പറ്റിയെന്ന് പറഞ്ഞ് അവന്റെ അമ്മയുമായിട്ട് വഴക്കിട്ട് അവന്റെ പേരിലുള്ള സ്ഥലം പോലും വിറ്റ് അവൻ മഞ്ജുവിനെ രക്ഷിച്ചെടുക്കുകയായിരുന്നു സാർ. 2 വർഷം അവൾ ട്രീറ്റ്മെന്റ് എടുത്തു സാർ. അപ്പോഴാണ് മഞ്ജുവിന് റെയർ ആയിട്ടുള്ള ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് ഡോക്ടർമാരെ കണ്ടെത്തി ഞങ്ങളോട് പറഞ്ഞു സാർ. ഇതുപോലെ വീണ്ടും വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു സാർ. മഞ്ജുവിനെ ഒരു കുട്ടിയെ പോലെയാണ് സാർ അവൻ നോക്കിയത്. ഡാളിയ, ഇന്ന് എന്താ ഉണ്ടായെന്നറിയോ? എന്താടാ കാര്യം? അവൾക്ക് നല്ല ചേഞ്ച് ഓവർ ഉണ്ടടാ. എന്ത് ചേഞ്ചാടാ? ഞാൻ അവൾക്ക് കുടിക്കാൻ ജ്യൂസ് കൊടുത്തു. ആ ജ്യൂസ് തന്നെ തിരിച്ച് എനിക്ക് തന്ന് അവള് കുടിക്കാൻ പറഞ്ഞടാ. ഡാ എന്താടാ നീ പറയുന്നത് സത്യമാണോ? എനിക്കിപ്പോ നല്ല സന്തോഷായടാ. ശരിടാ, അവളിപ്പോ ഉറങ്ങിക്കൊണ്ടിരിക്കുക. നമുക്ക് നാളെ സംസാരിക്കാം കേട്ടോ. ബൈ. വായിടാ. എന്താടാ ഇത്? താഴെ ഇറക്ക്. മഞ്ജു, നിന്റെ കൂടെ നടന്നിട്ട് എത്ര നാളായി? ഇത് നമ്മുടെ അളിയനല്ലേ? ഡാ അളിയാ. അളിയാ? എന്താ അളിയാ, മഞ്ജുവായിട്ട് വാക്കിങ്ങിന് ഇറങ്ങിയതാണോ? അതേടാ, എത്ര നാളെന്ന് വെച്ചാ വീട്ടിൽ തന്നെ. ആ അത് ശരിയാ. ശരി, കാറിന്റെ കീതാ. എന്തിന്? കാറിലാണോ വാക്കിങ്? ഡാ, താടാ. ശരിയടാ എടുത്തോ. താങ്ക്സ് അളിയാ. കേറ് മോളെ. എന്താടാ ഇത്?
നല്ല ടാലന്റ് അല്ലേ? എങ്ങനെയാടാ? അതൊക്കെ ഉണ്ട്. ശരി മോനെ, ഞാൻ പഴനി പോയി മുത്തശ്ശന്റെ അടുത്ത് നിന്നിട്ട് വേഗം തന്നെ വരാം. നിങ്ങൾ രണ്ടുപേരും കൂടി സന്തോഷായിട്ട് ജീവിക്കണം കേട്ടോ. ഇവിടെ നല്ലോണം നോക്കണേടാ. ഞാൻ തന്നെയാ സർ കോയമ്പത്തൂർ ഒരു വീട് നോക്കി അവരെ അവിടെ താമസിപ്പിച്ചത്. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നത് കേൾക്കുമ്പോ മഞ്ജുവിന് വീണ്ടും പ്രശ്നം തുടങ്ങിയെന്നാണ് സാർ എനിക്ക് തോന്നുന്നത്. നകുലനൊന്നും പറ്റാതെ നിങ്ങൾ നോക്കിക്കൊള്ളണേ സാർ. എന്താന്ന് വെച്ചാ മഞ്ജുവിന് വീണ്ടും ആ പഴയ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും സാർ. സാർ ഇവിടെ ഒരു ബോഡി കിടക്കുന്നുണ്ട് സാർ. വീടിന്റെ അകത്തൂടെ സ്റ്റെപ്പ് ഉണ്ട് സാർ. സൂക്ഷിച്ച് പിടിക്ക്. പിടിച്ചേ. ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട് സർ. തലയ്ക്കാണ് ഇഞ്ചുറി ഉള്ളത്. ശരിക്കും ക്രിട്ടിക്കൽ സ്റ്റേജാ. ഇട്ടിട്ട് അകത്തേക്ക് ദേഷ്യത്തിൽ പോയി. എന്താ മോളെ മഴയത്ത് നനയുന്നേ? ഞാൻ പറഞ്ഞില്ലേ മോന് മഴ നനഞ്ഞ പനി പിടിക്കില്ലേ? മോളെ ഇതിട്ട് മോളെ മഞ്ജു ഇതിട് മോളെ. ഇത് മഞ്ജു വാ നമുക്ക് താഴെ പോവാം. മഞ്ജു 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 എന്റെ കുഞ്ഞിനെ കൊന്നല്ലേ? എന്റെ കുഞ്ഞിനെ കൊന്നില്ലേ നീ? എന്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞില്ലേ? എന്റെ കുഞ്ഞിനെ കൊന്നില്ലേ നീ? കൊന്നില്ലേ നീ എന്റെ കുഞ്ഞിനെ? അല്ല കൊന്നില്ലേ നീ? വിചാരിക്കുന്ന പോലെ
ഇവിടെ എന്താ നടന്നെന്ന് നിങ്ങൾക്ക് അറിയില്ല? അതിനെപ്പറ്റി ഞങ്ങൾക്കൊന്നും അറിയില്ല. സാർ, പോലീസ് നിങ്ങളെ ചോദ്യം ചെയ്തിരുന്നോ? ആ, ചോദ്യം ചെയ്തിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? മഴ പെയ്തുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ ഇത് അറിഞ്ഞത്? പോലീസ് വന്ന പിന്നെ ഞാനും കാര്യം അറിഞ്ഞത്. ഭൂപതി, സാർ. എനിക്ക് ഡോക്ടർ മാത്യൂസിനെ ഒന്ന് കാണണം. ഓക്കെ സാർ. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ. ശരി സാർ. പിന്നെ സാർ. റൗണ്ട്സിന് പോയ എല്ലാവരോടും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഓക്കെ പറ. സാർ. അരവിന്ദ്, ജാനകി വിളിച്ചോങ്കിൽ അവള് ഫോൺ എടുക്കുന്നില്ലല്ലോ. സാർ 3 മണിയായില്ലേ സാർ? ചേച്ചി നല്ല ഉറക്കത്തിലായിരിക്കും. എണീറ്റ ഉടനെ തന്നെ മിസ്ഡ് കോൾ കണ്ട് തിരിച്ചു വിളിക്കില്ലേ? അതങ്ങനെയല്ല ശരവണ. പേടിച്ച് ബോധം കെട്ട് താഴെ വീണ് കഴിഞ്ഞാൽ അരമണിക്കൂറിനകത്ത് എണീപ്പിക്കണം, അല്ലെങ്കിൽ ഇത് പ്രശ്നമാവും. ഓ, ചേച്ചി, 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 ചേച്ചി. എന്തു പറ്റി മോളെ? കേറി ഭാഗത്തേക്ക് വാ. ന്യൂസിൽ ചേട്ടൻ എന്തോ അടി കൊള്ളുന്ന പോലെയൊക്കെ കണ്ടു ഞാൻ. എനിക്കിപ്പൊ ചേട്ടനെ കാണണം. എന്റെ സെൽഫോൺ പോലും കാണുന്നില്ല. സാറില്ലേ? സാർ ഇവിടെ ഇല്ല. ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇന്നലെ ഇവിടുന്ന് പോയതായിരുന്നു ജാനു. എന്താ, എന്തു പറ്റി? ഇല്ലേ, എനിക്ക് ഏട്ടനെ കാണണം. എന്നെ ഹെൽപ്പ് ചെയ്യോ? നിക്ക്, ഞാൻ പോയി ഫോൺ എടുത്തിട്ട് വരാം. ശരി ശരി ചേച്ചി. ഞാനൊന്ന് വിളിക്കട്ടെ. ശരി ചേച്ചി. കോള് കണക്ട് ആവുന്നില്ലല്ലോ മോളെ. ചേച്ചി, നമുക്ക് കൺട്രോൾ റൂമിലേക്ക് ഒന്ന് വിളിച്ചാലോ? ഒരു മിനിറ്റ്. കോള് കണക്ട് ആവുന്നില്ല. ഇനി എന്ത് ചെയ്യും? ആംബുലൻസ് വിളിച്ചാലോ? ആംബുലൻസിന് റിങ് ചെയ്യുന്നുണ്ട്. ഹലോ, ഒരു എമർജൻസി ഉണ്ടായിരുന്നു. അമ്പലപ്പടിയുടെ അടുത്ത് സ്ട്രീറ്റ് നമ്പർ 7. ഒന്ന് പെട്ടെന്ന് വരാൻ പറ്റുമോ? ഒന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് വരാൻ പറ്റുമോ? താങ്ക്സ് ചേച്ചി. ആ പെൺകുട്ടി ഗർഭിണിയായത് എൻ്റെ അടുത്ത് വന്ന് ടെസ്റ്റ് ചെയ്താ കൺഫേം ചെയ്തത്. 3 മാസം വരെ ആ കുട്ടി നല്ല പൊസിഷനിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്ന് വേദനയാണെന്ന് പറഞ്ഞു വന്നു. അപ്പോൾ എടുത്ത ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് ഇന്നലെ രാവിലെയാണ് കിട്ടിയത്. സർ, ആ, ഇരിക്കെ. മഞ്ജുവിൻ്റെ ബ്ലഡ് റിപ്പോർട്ട് കഴിഞ്ഞ മാസം വരെ നന്നായിരുന്നു. ഓക്കെ സർ. ഈ മാസത്തെ റിപ്പോർട്ട് ഇന്ന് രാവിലെയാണ് വന്നത്. എന്തു പറ്റി സർ? കുഞ്ഞ് മരണപ്പെട്ടിട്ട് ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ട്. ഈ സിറ്റുവേഷനിൽ തന്നെ അവൾ ഇനിയും തുടരുകയാണെങ്കിൽ അവളുടെ ജീവന് തന്നെ അപകടമാണ്. അവളെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. സർ, അതിനൊരു ചെറിയ പ്രശ്നമുണ്ട് സർ. എന്ത് പ്രശ്നമുള്ളേ?
ഇതൊന്ന് നോക്കൂ സാർ. നമസ്കാരം, ഞാൻ ഡോക്ടർ കൃഷ്ണനാണ്. മഞ്ജുവിന് വന്നിരിക്കുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന ഒരു പ്രത്യേകതരം രോഗമാണ്. ട്രീറ്റ്മെൻറ്റ് ടൈമിൽ മഞ്ജുവിന് രോഗം അധികരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ഇനിയൊരു പ്രാവശ്യം കൂടി ഇതേ അവസ്ഥ വന്നാൽ പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകും. അഗ്രസീവായിട്ട് പെരുമാറും. പിന്നെ നമുക്ക് അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വീഡിയോ റെക്കോർഡ് ചെയ്തതിന് പ്രധാന കാരണം മഞ്ജുവിൻ്റെ ഈ രോഗത്തിൻ്റെ തീവ്രത നിങ്ങളെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ്. ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞു വരുന്നേ? സാർ, മഞ്ജുവിനോട് എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം സാർ. ഇത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഉടനെ തന്നെ ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ അവളുടെ ജീവന് തന്നെ അപകടമാ. ഉടൻ തന്നെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ശരി സാർ. മോനെ,